ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ JB ക്രിയേഷൻ ആർട്സ് ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ക്ലൈംബിംഗ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവരാണ്. ക്ലൈംബിംഗ് പ്ലാന്റ്സ് ക്ലൈംബ് ചെയ്ത് വളരണമെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് അത്യാവശ്യമാണ്. അതിനായിട്ടാണ് നമ്മൾ പോൾസുകൾ ഉപയോഗിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പോൾ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ പോൾസ് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെള്ളം ഒഴുകി പോകാൻ ഉപയോഗിക്കുന്ന പാത്തി, അതുപോലെ തന്നെ കൊക്കോ ചിപ്സ്, പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റാണ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പാത്തി ഫുൾ സൈസ് വരുമ്പോൾ 5 മീറ്ററാണ് വരുന്നത്. അത് നമ്മൾ കട്ട് ചെയ്ത് 5.5 അടി 5 അടി നീളത്തിലാണ് നമ്മൾ നീളത്തിൽ 3 കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ 3 കട്ട് ചെയ്ത ഈ പാത്തിയിൽ ഓരോ പീസുകളും പിന്നെയും നമ്മൾ അതിൻ്റെ നടുക്ക് നിന്ന് കീറി പിന്നെ 2 പീസുകളാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ പാത്തി വരുന്നത്. അത് പിന്നെ ഇതിൻ്റെ നടുക്ക് നിന്ന് കീറിയതാണ് നിങ്ങൾ ഈ കാണുന്നത്. പാത്തി തിരഞ്ഞെടുക്കുമ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബലമുള്ള പാത്തി നോക്കി എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് PVC പൈപ്പ് എടുക്കാം. PVC പൈപ്പ് ആണെങ്കിൽ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പണി ഇച്ചിരി കൂടെ കൂടും എന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഈ പാത്തി എടുത്തിട്ട് പാത്തിയുടെ 2 സൈഡിലുമായിട്ട് ഇതുപോലെ ഹോളുകൾ ഇട്ട് കൊടുക്കണം. ഒരു നിശ്ചിത അകലത്തിൽ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമുക്ക് കമ്പി വടിപ്പിച്ചിട്ട് അത് വെച്ചോ നമുക്ക് ഹോളുകൾ ഇട്ട് കൊടുക്കാം. 2 സൈഡിലും ഒരുപോലെ 2 സൈഡിലും നിശ്ചിത അകലത്തിൽ ഹോളുകൾ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ പാത്തിയുടെ അടിവശം വരെ നമുക്കിതുപോലെ ഹോളുകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റാണ്. പാത്തിയിൽ വെച്ച് എത്ര നെറ്റ് ആവശ്യമുണ്ടെന്ന് നോക്കി അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ 16 കണ്ണി അകലത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പൈപ്പിലേക്ക് നെറ്റ് വെച്ച് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ഹോളിലൂടെ കേബിൾ ടൈ ഉപയോഗിച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പം PVC പൈപ്പ് കൈകൊണ്ട് ചെറുതായിട്ട് ഉള്ളിലേക്ക് അമർത്തിയിട്ട് PVC പൈപ്പിനുള്ളിലായിട്ട് നെറ്റ് വരുന്ന രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ PVC പൈപ്പ് ഫുള്ളായിട്ട് നമ്മളിതുപോലെ നെറ്റ് കൊണ്ട് 2 ഹോളും കൊടുത്തിരിക്കുന്ന 2 ഹോളിലും ഇതുപോലെ കേബിൾ ടൈ ഉപയോഗിച്ച് ടൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ പോൾസുകൾ ഉണ്ടാക്കുമ്പോൾ കഴിവതും പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് തന്നെ നമ്മൾ ഉപയോഗിക്കാൻ നോക്കണം. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് ഉപയോഗിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പി നെറ്റ് ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് നിറയ്ക്കുന്നത് കൊക്കോ ചിപ്സാണ്. കൊക്കോ ചിപ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ നനവ് എപ്പോഴും അതിനകത്ത് നിൽക്കും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നനവ് നിൽക്കുമ്പോൾ ഈ കമ്പിയിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് കുറേ കഴിയുമ്പോൾ അങ്ങ് തുരുമ്പിച്ച് പോകാൻ ചാൻസ് കൂടുതലാണ്. ഇതുപോലെ ബ്ലാക്ക് നെറ്റ് ഉപയോഗിക്കുമ്പം കുറച്ചുകൂടെ കണ്ണിക്ക് അകലം കൂടുതലായിട്ട് തോന്നിക്കുന്നത് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ ഇത് വെച്ച് ഉണ്ടാക്കുന്നത്. ഇതുപോലെ അടിഭാഗം വരെ നെറ്റ് കൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടൈറ്റ് ചെയ്തിട്ടുള്ള കേബിൾ ടൈയുടെ ബാക്കി പുറത്തോട്ട് തള്ളിയിരിക്കുന്ന ഭാഗം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കത്രിക ഉപയോഗിച്ചോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചോ നമുക്കിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഹോൾസുകളെല്ലാം ഇതുപോലെ നെറ്റൊക്കെ ഉപയോഗിച്ച് നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കൊക്കോ ചിപ്സാണ്. നമ്മളിതിനകത്ത് ഇടാൻ വേണ്ടി കൊക്കോ ചിപ്സ് അത്യാവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ കൊക്കോ ചിപ്സ് എടുത്ത് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഹോൾസിനുള്ളിൽ നിറയ്ക്കാൻ നമുക്ക് ഒരുപാട് കൊക്കോ ചിപ്സിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ കൊക്കോ ചിപ്സ് നമുക്ക് വീട്ടിൽ തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഇതുപോലെ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ 1 കിലോയ്ക്ക് 130 രൂപയാണ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഒരു പോൾ നിറയ്ക്കണമെങ്കിൽ തന്നെ ഇത് തികയത്തില്ല. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ കൊക്കോ ചിപ്സ് നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് വെള്ളത്തിലിട്ട് കറ നല്ല രീതിയിൽ കളഞ്ഞതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വെച്ചിട്ടുള്ള PVC പൈപ്പിൻ്റെ അടിവശത്തായിട്ട് ഇതുപോലെ വലിയൊരു തുള്ളിൻ്റെ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ടൈറ്റായിട്ട് ഇരുന്നോളും. ഇതിലേക്ക് കൊക്കോ ചിപ്സ് നിറയ്ക്കുമ്പോൾ അടിയിലൂടെ പോകാതിരിക്കാൻ വേണ്ടിയാണ്, നമ്മൾ ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ തുള്ളിൻ്റെ പീസ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്.
പിന്നെ നമ്മൾ കൊക്കോ ചിപ്സ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഒരു തടി കഷ്ണം കിട്ടുവാണെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം നനഞ്ഞ തൊണ്ടുകൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ ചരിച്ച് വെച്ച് കട്ട് ചെയ്തതും പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ല നിങ്ങൾക്ക് അല്ലാതെ കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കറ കളയണമെങ്കിൽ പിന്നീട് ഈ കൊക്കോ ചിപ്സ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് കറയൊക്കെ കളയാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ നിറച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഓരോന്ന് ഇട്ടതിന് ശേഷം ടാപ്പ് ചെയ്ത് കൊടുത്താൽ അത് ഉള്ളിലോട്ട് പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലൊരു പൈപ്പ് വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അകത്തോട്ട് നിറച്ച് കൊടുത്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പോളിലേക്ക് ഒരു പ്ലാന്റ് നമുക്ക് നട്ടു നോക്കാം. അതിനായിട്ട് നമ്മൾ കുറച്ച് തൊണ്ടിൻ്റെ പീസുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. തൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചട്ടിയിലോട്ട് ഇറക്കി വെച്ചിട്ട് നമ്മൾ ഈ ടൈറ്റ് ആവാൻ വേണ്ടി ഇതുപോലൊരു തൊണ്ടിൻ്റെ പീസുകൾ അപ്പുറവും ഇപ്പുറമൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് തൊണ്ടിൻ്റെ അകത്ത് ഉള്ളു കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും തൊണ്ടിൻ്റെ ആവശ്യമില്ല. അപ്പുറം ഇപ്പുറം ഓരോന്ന് വെച്ചിട്ട് ബാക്കി മണ്ണിട്ട് നിറയ്ക്കാവുന്നതാണ്. ഞാൻ പിന്നെ ഒരു ബലത്തിന് വേണ്ടിയാണ് അടിയിൽ ഇത്ര വരുന്നത് വെച്ചാൽ ചട്ടി അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചട്ടിയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട്. അതുകൊണ്ട് അടിയിലോട്ട് തൊണ്ട് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇതുപോലെ മണ്ണ് നിറച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പുറവശത്തൊക്കെ നല്ല രീതിയിൽ മണ്ണ് കയറുന്ന രീതിയിൽ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പുറവശത്തും ഒരു തൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് പോട്ട് മിക്സ് എല്ലാം ഫുള്ളായിട്ട് മേളിൽ വരെ നിറച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൽ ഈ പോട്ട്സിലേക്ക് നടാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മോൺസ്റ്റർ അഡൻസോണിയുടെ ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ടോപ്പ് കട്ടിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. ടോപ്പ് കട്ടിങ് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ലൊരു ഗ്രോത്ത് കാണിക്കും. നമ്മൾ സാധാ ഒരു പ്ലാന്റ് മേടിച്ച് വെക്കുന്നതിനെക്കാട്ടും നല്ലതായിട്ട് വളർന്നിരിക്കുന്ന ഇതുപോലുള്ളൊരു ടോപ്പ് കട്ടിങ് എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വളർച്ച കാണിക്കും. ഇതിൽ നിറയെ വേരുകൾ ഉണ്ടായതുകൊണ്ട് നല്ല രീതിയിൽ പിടിച്ച് കിട്ടും. നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് രണ്ട് സൈഡിലും ഇതുപോലെ സാഫ് തേച്ച് കൊടുക്കണം. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒന്നും വന്ന് പ്ലാന്റ് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ സാഫ് തേച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് പ്ലാന്റ് ചെയ്യാം. പ്ലാന്റ് ഇതുപോലെ ഉറച്ച് നിൽക്കാനായിട്ട് നമ്മൾ ഒരു കേബിൾ ടൈ ഉപയോഗിച്ചൊന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് മുറുക്കേണ്ട, ഒരു ചെറിയ രീതിയിൽ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. പ്ലാന്റ് താഴോട്ടൊന്ന് വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് പോട്ട്സുകളിൽ വളർത്തുന്ന പ്ലാന്റുകൾക്ക് നല്ലൊരു വളർച്ച കാണിക്കും. ഇനി ഇതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ ഒക്കെ നമ്മൾ ഇത് വന്നതിന് ശേഷം ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ വീഡിയോ കാണുന്ന ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്നെ സഹായിക്കണം. പിന്നെ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ പ്രയോജനകരമായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ നമ്മൾ പോട്ട്സിൽ ഒരുപാട് പ്ലാന്റ്സുകളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റഡ് വീഡിയോ ഇത് വളർന്നതിന് ശേഷം ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.